KPCC പുനഃസംഘടനാ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 13 വൈസ് പ്രസിഡന്റുമാരാണ് ഉള്ളത്. അതുപോലെ 58 ജനറൽ സെക്രട്ടറിമാർ. ഏറ്റവും പ്രധാനം രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പേർ കൂടി പുതുതായി വരുന്നു എന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും വി കെ ശ്രീകണ്ഠനും ഡീൻ കുര്യാക്കോസും ഒക്കെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എത്തുകയാണ്. പന്തളം സുധാകരനും എ കെ മണിയും സി പി മുഹമ്മദും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എത്തുകയാണ്. 6 പേരെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 വൈസ് പ്രസിഡന്റുമാർ, 58 ജനറൽ സെക്രട്ടറിമാർ. അങ്ങനെ ഒരു ജംബോ പട്ടികയുടെ സ്വഭാവത്തിലാണ് പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സലീം, ഈ ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റും പരിശോധിക്കുമ്പോൾ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരുമൊക്കെ ജനറൽ സെക്രട്ടറിമാരാകാൻ പോകുന്നു. ഏറ്റവും പ്രധാനം ഈ പട്ടിക എത്രത്തോളം ഗ്രൂപ്പ് സമവാക്യങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കെ സി വേണുഗോപാൽ ഇവിടെ സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് ഉയരുന്ന ഒരു ഘട്ടമാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ നിൽക്കുന്ന സമയമാണ്. പാർട്ടിയെ നയിക്കേണ്ട ആളുകളുടെ പട്ടികയാണ്. ഒരു വലിയ അതൃപ്തിയിലേക്കോ തർക്കങ്ങളിലേക്കോ കാര്യങ്ങൾ പോകുന്നത് ഈ ഘട്ടത്തിൽ ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ ഉറപ്പായും ഹൈക്കമാൻഡിനും ഉണ്ടാവുമല്ലോ. ഈ പട്ടിക ഗ്രൂപ്പ് സമവാക്യങ്ങളെ കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ടോ സലീം മാലിക്? നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പട്ടിക ഏറെക്കുറെ ഗ്രൂപ്പ് നേതാക്കളെ തൃപ്തിപ്പെടുത്തുന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഒരു ജംബോ പട്ടിക എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഏറ്റവും അവസാനം നടന്ന ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച പുനഃസംഘടനയിൽ 4 വൈസ് പ്രസിഡന്റുമാരും 23 ജനറൽ സെക്രട്ടറിമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വല്ലാതെ ഉയർന്ന 4-ൽ നിന്ന് 13-ലേക്ക് വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം ഉയർന്നു. 23 ജനറൽ സെക്രട്ടറിമാർ എന്ന സ്ഥാനത്ത് നിന്ന് അതിന്റെ ഇരട്ടിയിലധികമായി 58 ജനറൽ സെക്രട്ടറിമാരെ കൂടി നിശ്ചയിച്ചുകൊണ്ട് ഒരു എല്ലാ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് സമവാക്യങ്ങളെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നിലയിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പുനഃസംഘടനാ പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. സ്ഥാനമോഹികൾക്ക് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഗ്രൂപ്പുകൾക്കും മതിയായതോ കൃത്യമായതോ ആയ പ്രാതിനിധ്യമാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിന്റെ ഇഴകീറി പരിശോധനയുണ്ടാകും. തങ്ങൾ നൽകിയ ലിസ്റ്റുകളിൽ നിന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തിയോ എന്ന് നേതാക്കൾ പരിശോധിക്കും. അതിന് പിന്നാലെ വരുന്ന പരാതികളെ നേരിടും. അതിന് പിന്നാലെയും പരാതികൾ ഉയർന്നാൽ അതിനും ഒരു ഫോർമുല ഹൈക്കമാൻഡിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്ത തന്ത്രപൂർവ്വമായി പട്ടിക. അത് നേരത്തെ സെക്രട്ടറിമാരെ ഒഴിവാക്കും, തൽക്കാലം സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൽ KPCC മുന്നിൽ കാണുന്നത് നിലവിലുണ്ടാകുന്ന പരാതികൾ ഉണ്ടാകുമ്പോൾ അവരെ സെക്രട്ടറിയായി അക്കോമഡേറ്റ് ചെയ്യാമെന്നൊരു വാക്കു നൽകുക എന്നുള്ളത് തന്നെയാകും. അതുകൊണ്ടാണ് ആ നിലയിൽ ഒരു പട്ടിക നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ പുതുതായി ജനറൽ സെക്രട്ടറിമാർ, നിരവധി ജനറൽ സെക്രട്ടറിമാർ ഈ പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ചാമക്കാല ജ്യോതികുമാർ. അതിനൊപ്പം ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിയമനങ്ങളുണ്ട്. അതൊന്ന് സന്ദീപ് വാര്യരുടേതാണ്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ മതിയായ പരിഗണന കോൺഗ്രസ് നൽകുന്നു എന്നുള്ളതാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ആ പരിഗണന ഉണ്ടായിരുന്നു. പാർട്ടിയിലെത്തിയതിനു ശേഷം തന്നെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് സന്ദീപ് വാര്യരെ പരിഗണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യരെ നിയമിക്കുന്നത്. ഒപ്പം തന്നെ പാലോട് രവിയെ വൈസ് പ്രസിഡന്റ് ആക്കിയത് നിർണായകമാണ്. കാരണം ഒരു വിവാദ ശബ്ദ സന്ദേശത്തിന്റെ പേരിൽ DCC അധ്യക്ഷൻ നഷ്ടപ്പെട്ടയാളാണ് പാലോട് രവി. അതിന് പിന്നാലെ തന്നെ അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിരുന്നു എന്നും അത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞതല്ല എന്നും വിലയിരുത്തുകയും എടുത്തുചാടിയാണ് പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടി വന്നത് എന്ന കുറ്റബോധം KPCCക്കും ഉണ്ടായിരുന്നു. ആ കുറ്റബോധം പരിഹരിക്കാനാണ് സംസ്ഥാനത്തെ 13 വൈസ് പ്രസിഡന്റുമാരിൽ പാലോട് രവിയെ നിയമിക്കുന്നത്. അതോടുകൂടി പാലോട് രവിയുടെ പരാതി ആ നിലയിൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്തലുണ്ട്. ഇത് സ്വാഭാവികമായും അങ്ങനെ തന്നെ അത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് തന്ത്രപൂർവമായ ചില പൊടിക്കൈകൾ ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പട്ടിക ഉണ്ട്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു വനിതയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് രമ്യ ഹരിദാസ് ആണ്. വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വനിത. ശരത് ചന്ദ്ര പ്രസാദിനൊപ്പം തന്നെ ഹൈബി ഈഡൻ MP, പാലോട് രവി, VT ബൽറാം, VP സജീന്ദ്രൻ, മാത്യു കുഴനാടൻ MLA, D സുഗതൻ, രമ്യ ഹരിദാസ്, M ലിജു, A ഷുക്കൂർ, M വിൻസെന്റ് MLA, റോയ് കെ പൗലോസ്, ജെയ്സൺ ജോസഫ് എന്നിവരാണ് നിലവിൽ വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്നത്. അതിലെ പ്രധാനികളൊക്കെ തന്നെ ഇപ്പോൾ KC പക്ഷത്തിനൊപ്പമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം നേരത്തെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പലരും ഇപ്പോഴും ജനറൽ സെക്രട്ടറിമാരായി തന്നെ തുടരുന്നുണ്ട്. അതിനൊപ്പമാണ് പുതിയ പ്രധാനപ്പെട്ട നിയമനങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടുള്ളത്. അരിയാടൻ ഷൗക്കത്ത് MLA KPCC ജനറൽ സെക്രട്ടറി ആകുന്നുണ്ട്. ഒപ്പം നിലവിൽ നിരവധി പുതിയ പുതുമുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് KPCC സെക്രട്ടറി പദത്തിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറി പദത്തിലേക്ക്
ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതോടുകൂടി ഒഴിവ് വരുന്ന KPCC സെക്രട്ടറിമാരുടെ പദവിയിലേക്ക് നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാത്തവർ, പരാതിയുള്ളവർ, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടിക വിപുലീകരിക്കുക എന്നുള്ളത് തന്നെയാവും നിലവിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പരാതിയിലേക്ക് പോകാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ് കോൺഗ്രസിനെയും നേതൃത്വത്തെയും സംബന്ധിച്ചിടത്തോളം. എന്തായാലും സ്വാഭാവികമായും ഒരു വലിയ ജംബോ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്രയും വലിയൊരു KPCC ഭാരവാഹി പട്ടിക, അത് സെക്രട്ടറിമാരില്ലാതെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പട്ടിക 58ഉം 13ഉം ഒപ്പം ട്രഷററും ചേർന്ന് 72 പേരുടേതാണ്. അതിനൊപ്പം തന്നെ 6 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, അങ്ങനെ 78 ഭാരവാഹികളെ പുതുതായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് സെക്രട്ടറിമാർ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ എന്നുള്ളത് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ ജംബോ പട്ടിക KPCCയുടെയും എല്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള പട്ടികയാണ് ഇപ്പോൾ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സലീം മാലിക് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനം ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ, ചില നേതാക്കൾ മുന്നോട്ട് വെച്ച പേരുകളൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതടക്കം ഇനി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ എന്ത് ചലനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്ത് പ്രതികരണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.